ഏറ്റവും പുതിയ പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രവിധം കൈപ്പറ്റുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദമായ വാർത്ത നമുക്ക് പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കാം. നമുക്കറിയാം, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 2 സഹമന്ത്രിമാരും കൂടി ആ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ വലിയൊരു മാറ്റം തന്നെയായിരിക്കും കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ കേന്ദ്ര വീതം നൽകുവാനുള്ള, അതായത് പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കൾ. ഈ കാലങ്ങളിലൊക്കെ നമുക്കറിയാം 5-6 മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക വരുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായൊരു സാഹചര്യമായിരുന്നു. കേന്ദ്രം നൽകുവാനുള്ള GST വീതവും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി വിതരണം ചെയ്യാത്തതാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുവാൻ കാരണമെന്ന് അന്ന് കേരളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം നമ്മുടെ ധനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ പലവട്ടം നമ്മുടെ കേരളത്തിൽ നിന്ന് പറഞ്ഞതായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് 2 സഹമന്ത്രിമാരാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിന് ലഭിക്കുവാനുള്ള എല്ലാവിധ GST വീതവും മറ്റ് തുകയൊക്കെ കൃത്യമായി കേരളത്തിന് തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ ജനങ്ങളും. എല്ലാ മാസവും ഇനി മുതൽ ഒരുപക്ഷെ 1600 രൂപ കൃത്യമായി ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം.